നമസ്തേ. കലൂർ പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ തിരുവുത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. കലൂർ പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിന് ശനിയാഴ്ച കൊടികയറിയതോടുകൂടി ഉത്സവം ആരംഭിച്ചിരിക്കുകയാണ്. ദിവസത്തെ ഉത്സവത്തിന് 13-ാം തീയതി തിങ്കളാഴ്ച ആറാട്ടോടുകൂടിയാണ് സമാപനം കുറിക്കുന്നത്. 10 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ കലാപരിപാടികൾ ഉത്സവത്തിന് മാറ്റുകൂട്ടും. തിരുവുത്സവം 6-ാം ദിവസമായ 9-ാം തീയതി രാവിലെ 8 മണിക്ക് അയ്യപ്പന് കലശമാടൽ, 7-ാം ദിവസമായ 10-ാം തീയതി രാവിലെ 8 മണിക്ക് ശ്രീ മുരുകന് കലശമാടൽ, 8-ാം ദിവസമായ 11-ാം തീയതി രാവിലെ 8 മണിക്ക് പാർവതിക്ക് കലശവും രാവിലെ 11 മണിക്ക് ഉത്സവ ബലിയും തിരുവുത്സവത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നതാണ്. 13-ന് തിങ്കളാഴ്ചയായിരിക്കും ക്ഷേത്രത്തിൽ ആറാട്ട് നടക്കുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്ക് ഭഗവാന്റെ സന്നിധിയിൽ പ്രസാദ ഊട്ടും ക്ഷേത്ര ഊട്ടുപുരയിൽ ഉണ്ടാകുന്നതായിരിക്കും. 9-ാം ദിവസം വൈകുന്നേരം 5 മണിക്ക് ചേരാതൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും പകൽപൂരം ആരംഭിക്കും.
10ാം ദിവസമായ 13ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് തിരുവുത്സവത്തിന് കൊടിയിറങ്ങുന്നതാണ്. ഓം നമ ശിവായ. ഞാൻ പാവക്കുളം ക്ഷേത്രക്ഷേമ സമിതിയുടെ പ്രസിഡൻ്റാണ് പങ്കജാക്ഷൻ. ഈ കഴിഞ്ഞ 4-ാം തീയതി നമ്മുടെ അമ്പലത്തിലെ ഉത്സവം കൊടികയറി. 4-ാം തീയതി മുതൽ 13ാം തീയതി വരെയുള്ള ദിവസങ്ങളിലെ ഉത്സവം ഗംഭീരമായി നടത്താനുള്ള തീരുമാനമാണ് ക്ഷേത്രക്ഷേമ സമിതി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ മുന്നോടിയായി 4-ാം തീയതി 8 മണിക്ക് കൊടികയറ്റത്തിന് ശേഷമുള്ള വിവിധ കലാപരിപാടികളായിട്ട് 13ാം തീയതിയാണ് നമ്മൾ തീർക്കണം. ഇന്ന് ഇപ്പോൾ 4, 5, 6, 7 4 ദിവസത്തെ പ്രോഗ്രാംസ് കഴിഞ്ഞു. കഥകളി ഇന്നലെ കഥകളി ഉൾപ്പെടെ മറ്റുള്ള തിരുവാതിരകളി, കഥകളി അങ്ങനെയുള്ള എല്ലാം കഴിഞ്ഞു. ആ പരിപാടിയെല്ലാം 4-ാം തീയതി ഇന്നലെ വരെയുള്ള പരിപാടികൾ നമ്മൾ കഴിച്ചു. ഇന്നാണ് കരാട്ടെ മത്സരമാണ് നടക്കുന്നത്. വൈകുന്നേരം എല്ലാ ദിവസവും വൈകുന്നേരം രാവിലെ ശിവേലിയുണ്ട്. വൈകുന്നേരത്തെ വിളക്കെഴുന്നള്ളിപ്പിനോടുള്ള പഞ്ചവാദ്യവും നാദസ്വരമേളവും ചെണ്ടമേളവും വളരെ ഭംഗിയായി നമ്മൾ ഇന്നലെ വരെ നടത്തിയിട്ടുണ്ട്. 11ാം തീയതി ഇവിടെ ഉത്സവ ബലിയാണ്. ഉത്സവ ബലിയുടെ 11 മണിക്ക് ഉത്സവ ബലി കഴിഞ്ഞാൽ പ്രസാദ കൂട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അന്നത്തെ പരിപാടികളും എല്ലാം വിശദമായി നമ്മൾ ഇതിൽ എല്ലാ ദിവസവും പ്രസാദ കൂട്ടുണ്ട്. നമ്മൾ 400-450 പേര് ഇവിടെ വന്ന് അന്നദാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കാൻ വളരെ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ്. അത് നമ്മളിപ്പോൾ ഇക്കൊല്ലം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു വരുന്നുണ്ട്. പാർവതി ദേവിക്കുള്ള കലശം ഇതെല്ലാം കഴിഞ്ഞു. ചാമുണ്ടിക്ക് കലശം അവിടെ വൈകുന്നേരം 8 മണിക്ക്. അതിനുശേഷം പ്രസാദ കൂട്ടും കളരി പ്രദർശനമാണ്. നമ്മുടെ ഇവിടെ തന്നെ ചെയ്യുന്ന AM കളരി എന്നൊരു കളരി പ്രദർശനം നടത്തുന്നുണ്ട്. ഗാനമാതിരി മേധാ അശോകിൻ്റെ ഗാനമേളയും ഇന്നത്തെ സവിശേഷതയാണ്. മറ്റു ദിവസങ്ങളിലെല്ലാം ഇതേപോലെ പ്രോഗ്രാംസ് നടത്തിയിട്ട് നമ്മൾ ഈ ഉത്സവം വളരെ ഗംഭീരമായി ആചരിച്ച് വരികയാണ്. 12ാം തീയതി പൊതുവെ തിരുവാതിര, മകയിരം തിരുവാതിര സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ദിവസമാണ്. അന്നാണ് നമ്മുടെ പകൽപ്പൂരം. അന്ന് ഭക്ഷണം വളരെ വിദഗ്ധമായ ഈ ഗോതമ്പ് കഞ്ഞിയും പുഴുക്കുമൊക്കെ ആയിട്ട് നമ്മൾ നടത്തുകയാണ്. അന്ന് വൈകുന്നേരം മഹോത്സവം, അതിൻ്റെ പഞ്ചവാദ്യത്തോടനുബന്ധിച്ചിട്ടുള്ള അതോടുകൂടിയുള്ള ആനയുടെ അടമ്പടിയോടുകൂടിയ നമ്മൾ ഈ പഞ്ചവാദ്യം അവിടുന്ന് ചേരാത്തൃക്കോൾ ക്ഷേത്രത്തിൽ നടത്തുകയാണ്. കലൂർ വരുമ്പോൾ 100 ചില്ലാനം നമ്മുടെ അമ്മമാരുടെ താലം ഏന്തിയ അപ്പുറം 50 പേര് 100 പേരുടെ താലപ്പൊടിയോടുകൂടി നമ്മൾ അമ്പലത്തിൽ വൈകുന്നേരം ഒരു 7-8 മണിക്ക് കയറും. അത് വളരെ ഭംഗിയായ കലാശക്കൊട്ടും പഞ്ചവാദ്യമൊക്കെ ആയിട്ട് നമ്മൾ തീർക്കും. പിറ്റേ ദിവസം രാവിലെ 13ാം തീയതി നമ്മുടെ കൊടിയിറക്കലും ആറാട്ട് സദ്യയും ആണ് നടത്താൻ പോകുന്നത്. ഇത്രയും 10 ദിവസത്തെ പരിപാടികൾ വളരെ ഗംഭീരമായി നടത്താനുള്ള തീരുമാനത്തിലും അതിന് നമ്മുടെ ഭക്തജനങ്ങളെല്ലാം വളരെയധികം സൗകര്യം ചെയ്തു തരുന്നുണ്ട്. ഇവൻ കലവറ നിറക്കലൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചു. ആൾക്കാരെല്ലാവരും ഭക്ഷണത്തിന് ഉള്ള ദിവസങ്ങളിലെല്ലാം 400-450 പേര് നമ്മൾ ഡെയിലി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വളരെ കലവറ നടക്കുന്നതിന് തന്ന് കൊണ്ടുവരുന്നുണ്ട്. അല്ലാതെ നമുക്ക് അല്ലാതെ തന്നെ സാമ്പത്തികമായി ഇതിനു വേണ്ടിയുള്ള ഫണ്ട് പിരിവ് പ്രത്യേകിച്ച് നടന്നുണ്ട്. അതനുസരിച്ച് അത് നടക്കണം. മറ്റുള്ള ഉത്സവം നടത്താനുള്ള ഫണ്ടെല്ലാം ഭക്തജനങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അത് അനുസ്യൂതം തുടർന്ന് വരുന്നു. അതുകൊണ്ട് നമ്മൾ ഇത്തവണത്തെ ഉത്സവത്തിന് മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ കൂടുതൽ ഉണ്ടാകണം എന്നുള്ളത് മാത്രം നമുക്ക് ഒരു കൺസേൺ ആയിട്ടുള്ളത്. അത് പലർക്കും ഇവിടുത്തെ വൈകുന്നേരം ആകുമ്പോഴേക്കും ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പിന്നെ അടുത്ത നമ്മളുടെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുനരുദ്ധാരണം, ഈ ഉത്സവം കഴിഞ്ഞാൽ പുനരുദ്ധാരണത്തിലേക്ക് ഇറങ്ങുകയാണ്. അത് അടുത്ത 1 വർഷത്തിനകം കംപ്ലീറ്റ് പരിപാടി തീർക്കാനുള്ള പുറപ്പാടാണ്. ഇതാണ് ഞങ്ങളുടെ ഈ തവണത്തെ പരിപാടികൾ.